ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഈ വർഷം 2025 തുടക്കത്തിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്ന ന്യൂസസ് എന്ന് പറയുന്നത് കൂടുതലും ആക്സിഡന്റൽ കേസസ് ആണ്. സ്കൂൾ ബസ് മറന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് ആക്സിഡന്റൽ കേസസ് ആണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതിനുശേഷം പിന്നീട് അത് കൊലപാതകങ്ങളും ആത്മഹത്യകളുമായി മാറിക്കഴിഞ്ഞു. അതിന് പ്രത്യേകിച്ചും കാരണം എന്ന് പറയുന്നത് ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നോ കിട്ടിയിട്ടുള്ള പീഡനം കാരണമാണ് കൂടുതൽ ആത്മഹത്യകളും നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം പിന്നെ ഡ്രഗ്സ് ലഹരി ഉപയോഗിച്ചതിനെ തുടർന്നിട്ടുള്ള ക്രൈംസ് അധികരിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അതിന്റെ ന്യൂസസ് വരാൻ തുടങ്ങി. അതിനുശേഷം ലഹരിയും കുട്ടികളും ക്രൈമും, ഈ മൂന്നും ഒരുമിച്ചുള്ള ഒരു കാര്യങ്ങൾ, അതായത് ലഹരി ഉപയോഗിച്ച് കുട്ടികൾ ക്രൈംസ് ചെയ്യുന്ന ഒരുപാട് ന്യൂസസ് നമ്മൾ കേട്ടു. ഇപ്പോൾ ഓൺ ഗോയിങ് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് സ്കൂൾ കുട്ടികൾ തമ്മിലുള്ള തല്ലും അതേപോലെ തന്നെ തമ്മിൽ തല്ലി കൊല്ലുന്നതും ആയിട്ടുള്ള ന്യൂസസ് ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരുപാട് പേര് ഈ കുട്ടികൾ തല്ല് പിടിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു കുട്ടികൾ തമ്മിലുള്ള തല്ലുപിടിയൊക്കെ ഇപ്പോൾ തുടങ്ങിയതൊന്നല്ല, അത് പണ്ടേ ഉണ്ട്. ഇപ്പോൾ മൊബൈൽ ഫോണും ക്യാമറയും ഒക്കെ ഉള്ളത് കൊണ്ട്, സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് ഈ ഒരു കാര്യം പുറത്തൊക്കെ അറിയുന്നു എന്നൊരു കാര്യമാണ് ചില ആളുകൾ ഇതിനെ ന്യായീകരിക്കുന്നത്. ഒരു പക്ഷേ പറഞ്ഞത് ശരിയായിരിക്കാം, പണ്ട് കാലത്തും തല്ലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാലത്തെ ഒരു കാര്യം സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് വൈറൽ ആവാനുള്ള സാധ്യതയുണ്ട്, അതുള്ളത് തന്നെയാണ്. പക്ഷെങ്കിൽ പഴയ തല്ലുപിടിയും ഇപ്പോഴത്തെ തല്ലുപിടിയും തമ്മിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്. കാരണം പണ്ട് കുട്ടികൾ തമ്മിൽ തല്ലുപിടിക്കുമ്പോൾ ഒന്നോ രണ്ടോ പേരെ തല്ലുപിടിക്കലുണ്ടാവും. കൂടുതലും മെജോറിറ്റിയും ഒന്നോ രണ്ടോ കുട്ടികൾ തമ്മിലാണ് തല്ലുണ്ടാവുക. എന്നാൽ അവരൊരു ഒന്നോ രണ്ടോ മണിക്കൂറോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴത്തേക്കും അവർ തന്നെ തല്ലുപിടിച്ച ആളുകൾ തന്നെ എന്ത് ചെയ്യും, തോളിൽ കൈയിട്ടിട്ട് നടന്നിട്ട് നീങ്ങുന്നതും കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് തല്ല് ഉണ്ടാകുമ്പോൾ മറ്റു കുട്ടികൾ പിടിച്ചു മാറ്റാൻ ശ്രമിക്കും പണ്ട് കാലത്ത്. എന്നാൽ ഈ കാലത്ത് തല്ല് പിടിക്കുമ്പോൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തല്ല് എന്ന് പറഞ്ഞിട്ട് അവരെ കൂടുതലായിട്ട് എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പിടിച്ചു മാറ്റാൻ നിൽക്കുകയല്ല ഇപ്പോഴത്തെ കുട്ടികൾ ചെയ്യുന്നത്. അതുപോലത്തെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പണ്ട് ഞാൻ പറഞ്ഞു ഒന്നോ രണ്ടോ മണിക്കൂർ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അവർ തോളത്ത് കൈയിട്ടിട്ട് നടക്കുമെന്നൊരു കാര്യം. അത് ഇവിടെ നടക്കുന്നില്ല. കാരണം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒന്ന് രണ്ട് ന്യൂസസ് എന്ന് പറയുന്നത്, ഒന്നും രണ്ടും വർഷം കാത്തിരുന്നിട്ട് ഒരു സാഹചര്യം കിട്ടിയപ്പോൾ തിരിച്ച് പണി കൊടുക്കുന്ന കുട്ടികളെയാണ് കാണുന്നത്. അതായത് ഒന്നും രണ്ടും വർഷമൊക്കെ ഈ ഒരു പക ഉള്ളിൽ കൊണ്ട് നടക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ നടന്ന നിസ്സാരമായിട്ടുള്ള കോളേജ് ലൈഫിന്റെ സമയത്തൊക്കെ നടന്ന ചെറിയൊരു കാര്യം അത് മനസ്സിൽ വെച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തിരിച്ചു പണി കൊടുക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. പണ്ടങ്ങനെയല്ല. ഇത് ലഹരിക്ക് അടിമയായതുകൊണ്ട് അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം കൊണ്ടാണെന്ന് പറയുന്നത് 100% ശരിവെക്കാൻ പറ്റില്ല. കാരണം ലഹരി ഉപയോഗിക്കാത്ത കുട്ടികളും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സോഷ്യലൈസേഷൻ ആണ്. ഈ കുട്ടികൾക്ക് സോഷ്യലി എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം എന്നുള്ള ഒരു കാര്യം അറിയില്ല. അതുകൊണ്ട് തന്നെ പല കാര്യത്തിലുള്ള ക്യാരക്ടർ ബിൽഡിങ്സും ഇവരെ കാര്യത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവരെ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, ഇവർക്ക് സൊസൈറ്റിയുമായിട്ട് വലിയൊരു കോണ്ടാക്ട് ഇല്ല. ഈ കുട്ടികൾ സ്കൂളിൽ പോകും, സ്കൂൾ കഴിഞ്ഞിട്ട് ഫോൺ നോക്കിയിരിക്കുന്നത്. ആ ഫോണിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ, ചില തരത്തിലുള്ള സിനിമ കാണുമ്പോൾ അത് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ടൈം അവർക്ക് കൊടുക്കുന്നില്ല. കാരണം സ്കൂളാണ് മുഴുവനായിട്ടും സ്കൂൾ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്യൂഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളെ അങ്ങനെ എൻഗേജ് ചെയ്തിട്ട് ഒരു പ്രഷറിൽ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ അവരുടെ റിലാക്സ് എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ്. അപ്പൊ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും കാണുമ്പോൾ അതാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ സമൂഹമോ അല്ലെങ്കിൽ പാരന്റ്സോ മറ്റു കാര്യങ്ങളൊന്നും ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. സ്കൂളിൽ തന്നെ നോക്കിയാൽ കാണാം PT പീരീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ അതൊന്നും അത്ര കാര്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതൊന്നെങ്കിൽ അവർ കളിക്കാൻ വിടുമായിരിക്കും PT ടൈമിൽ, അല്ലെങ്കിൽ അതും വിടാതെ ആ സമയവും പല ടീച്ചേഴ്സും ക്ലാസ് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സ്കൂളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ബുക്സിലുള്ള കാര്യങ്ങൾ എന്താണോ അത് പഠിപ്പിക്കുക എന്ന് ഉള്ളൊരു ഉദ്ദേശമല്ല. മറ്റു കാര്യങ്ങളും സോഷ്യലി എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് സ്കൂൾ എന്ന് പറയുന്നത്. അത് ആ ക്ലാസ് റൂമിൽ നിന്ന് മാത്രമല്ല. ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല. അത് പുറത്തും ഉള്ള കാര്യങ്ങൾ, അതായത് പാരന്റ്സിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിന് എന്ത് ചെയ്യണം, കുട്ടികളും പാരന്റ്സും തമ്മിൽ നല്ലൊരു ബന്ധം, റിലേഷൻഷിപ്പ് ഉണ്ടാക്കി അവരോട് കൂടുതൽ സംസാരിക്കാനുള്ള സമയം കാണണം. ഇപ്പോഴത്തെ പാരന്റ്സിനൊന്നും അതിന് സമയമില്ല എന്നാണ് പറയുന്നത്. കാരണം ബിസിയാണ്, എല്ലാവരും തിരക്കാണ് അവരവിടെ. പക്ഷേ
അവരുടെ കുട്ടികൾക്ക് കുറച്ച് സമയം മാറ്റിവെക്കുക. എന്നിട്ട് പല കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവരുമായിട്ട് സംസാരിച്ചാൽ മതി. അതിൽ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ പറയും. അവർക്ക് മനസ്സിലാവും ഒരുപാട് കാര്യങ്ങൾ. അവർ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് ടീച്ചേഴ്സും പാരന്റ്സും നമ്മുടെ സൊസൈറ്റിയിലെ ഓരോ ആൾക്കാരുമാണ്. അല്ലാതെ മൊബൈൽ ഫോണിൽ വരുന്ന ചില വീഡിയോസ് മാത്രമല്ല. ഞാൻ പറയുന്നത് ചില മൂവീസിലെ വീഡിയോസ് ആണ്. മൂവീസ് എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് മാത്രമാണ്, അത് റിയാലിറ്റി അല്ല. പക്ഷെ കുട്ടികൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം അവർക്കുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം മാത്രമാണ്. അപ്പൊ അവരത് റിയാലിറ്റി എന്നൊരു കാര്യത്തിൽ എടുക്കും. പക്ഷെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള സോഷ്യലൈസേഷൻ കുട്ടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു 90% ഈ പ്രശ്നങ്ങളൊക്കെ കഴിയും എന്നുള്ളൊരു കാര്യമാണ്. കാരണം സ്കൂളിലും പുറത്തു പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കുട്ടികളിൽ നടന്നു എന്ന് കുട്ടികൾ വീട്ടിൽ വന്ന് പാരന്റ്സിനോട് പറയുമ്പോൾ ഈ മയക്കുമരുന്നിന്റെ അടിമത്വത്തിലേക്ക് പോകുന്ന ഒരു കാര്യം മുതൽ എല്ലാ കാര്യങ്ങളും ഒഴിവായി കിട്ടുന്ന ഒരു കാര്യമുണ്ട്. എല്ലാം ഒഴിവാകും അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ. കുട്ടികളുടെ മെന്റൽ ഹെൽത്തും കൂടി നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, സ്കൂൾ അതോറിറ്റിയാണ് നോക്കേണ്ടത്. അതായത് ഫ്രീക്വന്റ് ആയിട്ട് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക. അവരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതങ്ങ് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നൊരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ സൊസൈറ്റിയിൽ എന്താണ് നടക്കുന്നത് എന്നൊരു കാര്യം കുട്ടികൾ അറിയണം എന്നുള്ളൊരു കാര്യമാണ്. കാരണം കുട്ടികൾ അതൊന്നും അവെയർ അല്ല. അവർ ന്യൂസ് പേപ്പേഴ്സ് വായിക്കുന്നില്ല, അല്ലെങ്കിൽ ന്യൂസ് വായിക്കുന്നില്ല. കൂടുതൽ പേരും, ഒരു 60% കൂടുതൽ പേരും ഈ ന്യൂസും ന്യൂസ് പേപ്പേഴ്സും ഒന്നും അറിയാത്ത, അതായത് സൊസൈറ്റിയിലും നമ്മുടെ നേഷനിലും ലൊക്കാലിറ്റിയിലും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പോലും അവെയർ അല്ലാത്തൊരു കുട്ടികളാണ്. കാരണം അതിനെക്കുറിച്ച് കുറച്ച് അവെയർ ആണെങ്കിൽ കുട്ടികൾ ക്രൈംസിലേക്ക് പോകുന്നത് കുറക്കുമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ന്യൂസസ് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. കാരണം എന്താ പറയാ, ഒരാളെ കൊന്ന ആളൊക്കെ ജാമ്യത്തിൽ ഇറങ്ങി പോവുകയാണ് നിസ്സാരമായിട്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി പ്രചോദനം ഉണ്ടാവുന്ന ഒരു കാര്യം, അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിരുന്നാലും ശരി, നമ്മുടെ സൊസൈറ്റിയിൽ എന്താണ് നടക്കുന്നത് ആ കാര്യം കുട്ടികൾ അറിയണം. അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്നും വെറും ടെക്സ്റ്റ് ബുക്സിലുള്ള കാര്യങ്ങൾ മാത്രം, സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്നതിന് പകരം കുറച്ച് സമയം കണ്ടെത്തി ന്യൂസ് പേപ്പർ റീഡിങ്സും അങ്ങനെയുള്ള ആക്ടിവിറ്റീസും ഒക്കെ സ്കൂളുകളിൽ, അത് ഏത് ക്ലാസ്സും ആവട്ടെ, എല്ലാ ക്ലാസ്സുകളിലും ഈ ഒരു ന്യൂസ് പേപ്പർ റീഡിങ് ആക്ടിവിറ്റീസും ഒക്കെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ചും കൂടിയും സൊസൈറ്റിയുമായിട്ട് ഒരു ബന്ധം, കണക്ഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക സ്കൂൾ അതോറിറ്റി. അതുപോലെ തന്നെ പി ടി എ ഈ കാര്യങ്ങളൊക്കെ നടത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ, അതായത് സ്കൂൾ ഡിപ്പാർട്ട്മെന്റിനെ കൂടുതലായിട്ട് പ്രഷറൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള സോഷ്യൽ ആക്ടിവിറ്റീസിലേക്ക് കൂടുതലായിട്ട് കുട്ടികളെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.